മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ജീവിതത്തിൽ എല്ലാം ശരിയായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നു കരുതിയിരുന്നാൽ നിങ്ങൾക്ക് ഒരു കാലത്തും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളെക്കൊണ്ട് ഇപ്പോൾ എന്താണോ പറ്റുന്നത് അത് ചെയ്തു തുടങ്ങുക. നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന വിശ്വാസം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഊർജം പകരും. ജീവിതത്തിലെ മോശമായ കാര്യങ്ങളെ മറക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ ഓർക്കുക എന്നതാണ്. കള്ളങ്ങളും രഹസ്യങ്ങളും വാഴുന്ന ഇടങ്ങളിൽ സ്നേഹത്തിന് ഒരു വിലയും ഉണ്ടാവില്ല. ശുദ്ധമായ മനസ്സോടെ സ്നേഹിക്കാനും പ്രവർത്തിക്കാനും സംസാരിക്കാനും കഴിയുന്നവർക്ക് സന്തോഷം നിഴൽ പോലെ കൂടെയുണ്ടാകും. ഭക്തരെ, നിങ്ങൾ എത്രയൊക്കെ ഉത്കണ്ഠപ്പെട്ടാലും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുക. നമ്മൾ എന്ന ചിന്ത വളർത്തുക. അഹംഭാവത്തെ മറികടക്കുക. സ്നേഹത്തിനു വില കൽപ്പിക്കുക. ചിരികൊണ്ട് അകലം കുറയ്ക്കുക. അപവാദങ്ങളെ അവഗണിക്കുക. ഭക്തരെ, മരിച്ചു പോകാൻ ജീവനറ്റു പോകണമെന്നില്ല. ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അത്രമേൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ നിങ്ങളെയൊക്കെ മാറ്റി നിർത്തിയാൽ മതി. ചില സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കും. പക്ഷേ ആ വേദന നിങ്ങൾക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും. എന്തിനൊക്കെയാണോ നിങ്ങൾ ഭയപ്പെടുന്നത് അതിനെതിരെ തന്നെ നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങണം. കാരണം ചിന്തയിലൂടെയല്ല പ്രവൃത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു വരുന്നത്. കാലിൽ തറച്ച മുള്ള് ശ്രദ്ധയോടെ നടക്കാൻ പഠിപ്പിക്കും. മനസ്സിൽ തറച്ച മുള്ള് എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കും. ഒരു മനുഷ്യൻ തോറ്റുപോകുന്നത് അവൻ സ്നേഹിച്ച മനുഷ്യരാൽ ചതിക്കപ്പെടുമ്പോഴാണ്. സ്നേഹത്തിൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ടല്ല, സ്നേഹിക്കാൻ പകരക്കാർ ഉണ്ടാവുമ്പോഴാണ് സ്നേഹബന്ധങ്ങൾ തകരുന്നത്. ഭക്തരെ, ഒരാളെക്കുറിച്ച് ഓർക്കാൻ അയാളോട് അനുവാദം ചോദിക്കേണ്ട എന്നതാണ് ഭൂമിയിലെ ഏറ്റവും മനോഹരമായ അവകാശം. എല്ലാവരും ദേഷ്യപ്പെടുന്നത് ദേഷ്യം കൊണ്ടു തന്നെയാവണമെന്നില്ല, ഉള്ളിലെ സങ്കടങ്ങൾ കൊണ്ടുമാകാം. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.